ജൂൺ 19 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ റോമുവാൾഡ്, വിശുദ്ധ ബോനിഫസ്, വിശുദ്ധ ഗൗദൻസിയൂസ്, വിശുദ്ധ കുൾമാസിയൂസ്, വിശുദ്ധ ദയോദാത്തൂസ്, വിശുദ്ധ ഗർവാസ്, വിശുദ്ധ പ്രോത്തൂസ്. വിശുദ്ധ റോമുവാൾഡ് 956-1027 കാലഘട്ടത്തിലാണ് വിശുദ്ധ റോമുവാൾഡ് ജീവിച്ചിരുന്നത്. പ്രവേദനക്കാരനായ സെർജിയസ് പ്രഭു ഒരു വസ്തുതർക്കത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു ചാർച്ചക്കാരനോട് ദ്വന്ദ്വയുദ്ധം ചെയ്ത് അയാളെ വധിച്ചു. പിതാവിന്റെ ഈ മഹാപാതകം കണ്ട അദ്ദേഹത്തിന്റെ മകൻ റോമുവാൾഡ് ക്ലാസയിലുള്ള ഒരു ബെനഡിക്റ്റിൻ ആശ്രമത്തിൽ പോയി 40 ദിവസം തപസ് ചെയ്തു. അവസാനം അവിടെ തന്നെ ചേർന്നു. അദ്ദേഹത്തിന്റെ മാതൃകാ ജീവിതം ഇതര സന്യാസികൾക്കൊരു ശാസനം പോലെ തോന്നിയതിനാൽ അദ്ദേഹത്തിന്റെ കഥ കഴിച്ചാൽ എന്താ എന്ന് ചിലർ വിചാരിക്കുന്നതായി അദ്ദേഹം മനസ്സിലാക്കി. തന്നിമിത്തം ക്ലാസെ ആശ്രമത്തിൽ 7 വർഷമേ താമസിച്ചുള്ളൂ. കൂട്ടുകാർക്ക് അസൗകര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആബട്ടിന്റെ അനുവാദത്തോടുകൂടെ വെന്നീസിൽ പോയി മരിനൂസ് എന്നൊരു ഉത്തമ സന്യാസിയോടുകൂടെ അദ്ദേഹം തപോജീവിതം നയിക്കാൻ തുടങ്ങി. വെന്നീസിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിലെ ഒരു പ്രഭു പീറ്റർ ഉർസോലൂസ് റോമുവാൾഡിന്റെ ജീവിതചര്യ സ്വീകരിച്ചു. പിശാച് പല പരീക്ഷകളും ഉളവാക്കി. എല്ലാം അതിജീവിച്ച് റോമുവാൾഡ് മുന്നേറി. യാതൊരു മർത്തിനെയും റോമുവാൾഡിനെ പോലെ ഭയപ്പെട്ടിരുന്നില്ലെന്ന് ആ പ്രദേശത്തെ രാജാവായിരുന്ന റെയ്നേരിയൂസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വസിച്ചിരുന്ന പരിശുദ്ധാത്മാവ് ഉദ്ധതരായ പാപികളെ പോലും ഭയപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ആശ്രമങ്ങളിൽ എത്രയും പ്രധാനമായത് ടസ്കനിയിൽ കമൽഡോളി ആശ്രമമാണ്. 1009 സ്ഥാപിച്ച ആ ആശ്രമം കമൽഡോളി സഭയുടെ ആസ്ഥാനമായി. ഓരോ സന്യാസിക്കും വേറെ വേറെ പർണശാലകൾ ഉണ്ടായിരുന്നു. അവയിൽ ഓരോരുത്തർക്കും ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നു. അവയെ വലയം ചെയ്യുന്ന മതിലിന് പുറമെ ആർക്കും പോകാൻ പാടില്ലെന്നായിരുന്നു നിയമം. 12 കൊല്ലത്തോളം നിശിതമായ ആ ഏകാന്തതയിൽ ജീവിച്ചു. 70ാമത്തെ വയസ്സിൽ അദ്ദേഹം വിശുദ്ധിയിൽ നിര്യാതനായി. കമൽഡോളി സഭ 5 ശാഖകളായി വേർതിരിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ജീവിത രീതി കഠിനമായിരുന്നു. തന്നിമിത്തം റോമുവാൾഡിന്റെ കാലശേഷം നിയമം അല്പം ലഘുപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ കബറിടത്തിൽ സംഭവിച്ചതിനാൽ മരണശേഷം 5ാം വർഷം കബറിടത്തിന് മുകളിൽ ഒരു അൾത്താര സ്ഥാപിച്ചു. 1595 തിരുസഭ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇന്നേ ദിവസം നമുക്ക് ഇങ്ങനെ വിചിന്തനം ചെയ്യാം: പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്ക് നാം വിധേയരാകുമെങ്കിൽ ഏത് സാഹചര്യത്തിലും എവിടെയും പരിശുദ്ധാത്മാവിനെ കണ്ടെത്താമെന്ന് വിശുദ്ധ റോമുവാൾഡിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു പോളിഷ് പ്രഭു റോമുവാൾഡിന് നല്ലൊരു കുതിരയെ സമ്മാനിച്ചു. അതിനെ തിരികെ കൊടുത്ത് പകരം ഒരു കഴുതയെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു: കഴുത സവാരിയാണ് ഈശോയോട് ഏറ്റവും കൂടുതൽ അനുയോജ്യനാക്കുന്നത്. റോമുവാൾഡ് സാധാരണയായി ഇങ്ങനെ ചൊല്ലിയിരുന്നു: പ്രിയ ഈശോ, എൻ്റെ പ്രിയ ഈശോ, അവാച്യമായ എൻ്റെ ആഗ്രഹമേ, എൻ്റെ ആനന്ദമേ, മാലാഖമാരുടെ സന്തോഷമേ, വിശുദ്ധരുടെ മാധുര്യമേ. വിശുദ്ധനായ റോമുവാൾഡ് ലോകത്തുള്ള എല്ലാ പാപികൾക്കും വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.